അങ്ങനെ ഏകദേശം 1 വർഷത്തിന് ശേഷം ഞാനൊരു വോയിസ് ഓവർ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. വേറൊന്നുമല്ല, കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഇദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരലും വളർത്തലും ഒക്കെ ആയിട്ട് ഞാൻ വളരെ ബിസി ആയിരുന്നു. അങ്ങനെ ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരുന്നു. രാവിലെ തന്നെ നല്ല മൂഡ്. ഇപ്പോൾ ഇവൻ പാസ്ത തിന്നുന്നത് കണ്ടിട്ട് നിങ്ങളിൽ പലരും എന്നെ ചീത്ത വിളിക്കാനും വഴക്ക് പറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് പിന്നിലൊരു നീണ്ട കഥയുണ്ട് ഗൈസ്. ഈ പുള്ളിക്കാരനെ ഞാൻ ആദ്യമേ കുറച്ച് ബനാനയും എഗ്ഗൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ പുള്ളി കഴിക്കില്ല അത്രയും എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും ഇവനത് കളിക്കാൻ ഇഷ്ടപ്പെടും, അവൻ കുറച്ചേരം അതും പിടിച്ചിരുന്ന് കളിക്കും എന്നുള്ളതുകൊണ്ടുമാണ് ഞാനത് വെച്ചോട്ടേക്കുന്നത്. ഇതൊക്കെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസിനും ഐ ഹാൻഡ് കോർഡിനേഷനും ഒക്കെ ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് അതൊരു വിഗിലി ആയതുകൊണ്ട് പിടിച്ച് കളിക്കാനും ഇഷ്ടമായിരിക്കും. പക്ഷേ വയറ് ഫുള്ളായിട്ടിരിക്കുമ്പോൾ കൊടുക്കണം. 1-2 പീസ് കഴിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്നും കൊടുക്കുകയൊന്നും ചെയ്യരുത്. വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, 1 പീസൊക്കെ കഴിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് അപ്പോൾ അവനെ ഇതുപോലെ ഓരോന്നൊക്കെ കൊടുത്ത് താഴെ ഇരുത്തിയാലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവനാണ് തീരുമാനിക്കുക നമ്മൾ കഴിക്കണോ കുളിക്കണോ ഇരിക്കണോ നടക്കണോ എന്നൊക്കെ. അവനൊരു കുറച്ച് വാശിക്കാരനാണ്, കർക്കശക്കാരനായ ഒരു കാർന്നവരെ പോലെ. അപ്പോൾ നമ്മൾ അവനെ അതൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് വന്ന് ബട്ടറിട്ട് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ എഗ്ഗോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അതവിടെ ഐസായിട്ടിരിക്കുകയാണ്. പിന്നെ അതിനെ നമുക്ക് അഴിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അത്രയും ടൈം എൻ്റെ മകന് ക്ഷമ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഉപ്പിടുക, പെപ്പർ ഇടുക, എന്നിട്ട് വീണ്ടും മിൽക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ്സിനടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിക്കാം. എത്ര പാസ്ത ഉണ്ടോ അതിനനുസരിച്ച്. പാസ്തയിൽ മുഴുവൻ കോട്ടാവാനുള്ള അത്രയും വേണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നല്ല തിക്ക് ഹെവി ക്രീമാണ് ഇടുന്നത്. അത് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി. 50 ഗ്രാം ആണെന്ന് തോന്നുന്നു. എന്നിട്ട് അതിനെയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് കുറച്ചുകൂടി അൺഹെൽത്തി ആക്കാം എന്ന് വിചാരിച്ചിട്ട് ചീസാണ്. അത് നമുക്കൊരു 2 പിടി ഇങ്ങനെ അടർത്തി അങ്ങോട്ട് ഇടാം. എന്നാലാണല്ലോ അതിൻ്റെ ഒരു പഞ്ച് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കുറേയും കൂടി ചീസ് വാരി വിതറി. നല്ല തിളച്ച് പതഞ്ഞ് ക്രീമിയായി വരുന്ന സമയത്ത് പാസ്ത സ്ലോ മോഷനിൽ നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇളക്കി ഇടുമ്പോൾ അത് ഒന്നിലൊന്നിൽ തൊടാതെ അങ്ങനെ വീഴും. ഇതിങ്ങനെ വേവിച്ചെടുക്കാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. പാസ്ത അത്യാവശ്യം വേവാനാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിനെ മധുരമായി വരും. അപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പാസ്ത സ്ട്രെയിൻ ചെയ്യാറില്ല. കണ്ടില്ലേ, കറക്റ്റ് വേവുമാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് പാസ്ത പാത്രത്തിലായിട്ടുണ്ട്. ഇനി സ്ലോ മോഷനിൽ അങ്ങോട്ട് ഇളക്കുക. കാണാനുള്ള ഭംഗിക്ക് വേണ്ടി സ്ലോ മോഷൻ ആക്കിയതാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. എന്നാലും സാറില്ല, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല സൂപ്പർ ക്രീമി ചീസി ജ്യൂസി സോസി പാസ്ത കിട്ടും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ അങ്ങോട്ട് കഴിക്കണം. കഴിക്കുന്ന സീൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.